ഒരു ഉപദേശി മാത്രമാണ്. നിങ്ങൾ എന്തു ചെയ്താലും നിങ്ങൾക്ക് എന്തു വന്നാലും എനിക്ക് സത്യത്തിൽ ഒന്നുമില്ല. പിന്നെ ഞാൻ എന്തിനാണ് ഇതെല്ലാം പറയുന്നതെന്നറിയാമോ? ഞാൻ എന്തിനാണ് ഇങ്ങനെ പ്രയാസപ്പെട്ട് പ്രസംഗിക്കുന്നത് എന്നാമോ? അത് ഞാൻ എന്റെ ഒരു മനസ്സിന്റെ ശുദ്ധി കൊണ്ട് ചെയ്യുകയാണ്. നിങ്ങൾ രക്ഷപ്പെടണമെന്ന മോഹം കൊണ്ട് പറയുകയാണ്. നിങ്ങൾക്കുള്ള ഗുണകാംക്ഷ അത് മാത്രമാണ് ലക്ഷ്യം. അതുകൊണ്ട് തന്നെ അദ്ദേഹം ചോദിച്ചു, നിങ്ങളെ താക്കീത് ചെയ്യാൻ നിങ്ങളിൽ നിന്ന് തന്നെ ഒരാൾ വന്നു. അതാണോ നിങ്ങൾ കാണുന്ന ഒരു ഡിസ്ക്വാളിഫിക്കേഷൻ? അതാണോ നിങ്ങൾ കാണുന്ന ഒരു അയോഗ്യത? അതാണോ നിങ്ങൾ കാണുന്നത് എന്ന് അദ്ദേഹം വ്യക്തമായി ചോദിച്ചു. മാത്രമല്ല, അവിടെ നിർത്തിയില്ല. അവിടെ നിർത്താൻ കഴിയില്ല. ഒരു പ്രവാചകൻ എന്ന് പറഞ്ഞാൽ ആ പ്രവാചകന്റെ ഉത്തരവാദിത്തം വളരെ വലിയ ഉത്തരവാദിത്തമാണ്. ജനങ്ങളുടെ മനസ്സിലേക്ക് കടക്കാനുള്ള എല്ലാ ബലപ്രയോഗങ്ങളും എല്ലാ ശ്രമങ്ങളും അദ്ദേഹം നടത്തിയിരിക്കണം. അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കാൻ ഹൂദ് നബി അലൈഹി സ്വലാം ആദ്യ ജനതയോട് ആ മാർഗങ്ങളൊക്കെ സ്വീകരിച്ചു. ഒന്നാമത്തെ മാർഗം അവർക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ ഓർമ്മപ്പെടുത്തലാണ്. നമ്മളൊരാൾ തെറ്റ് ചെയ്യുന്നത് കണ്ടാൽ അയാളോട് നമ്മൾ തെറ്റ് ചെയ്യരുതേ എന്ന് പറയുന്നത് ഫലിക്കുന്നില്ലെങ്കിൽ അയാളോട് പറയേണ്ടത്, സഹോദര, തെറ്റ് ചെയ്യാൻ നിനക്ക് തന്ന ജീവൻ അത് നീ ഒരാശുപത്രിയിൽ നിന്ന് മേടിച്ചതല്ല, നിനക്ക് നിന്റെ ഉപ്പ തന്നതല്ല, നിന്റെ പ്രിയപ്പെട്ട പൊന്നുമ്മ തന്നതല്ല എന്നാണ് അവനെ ഓർമ്മപ്പെടുത്തേണ്ടത്. അദൃശ്യനായ അപാരശക്തിയായ അള്ളാഹു തന്നതാണ്. അതുകൊണ്ടാണ് നീ ഈ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കണം. ഏത് നിമിഷവും അത് പിൻവലിക്കാൻ അവന് കഴിയും. അതവൻ പിൻവലിക്കാൻ തീരുമാനിച്ചാൽ, നിനക്ക് തന്ന ജീവനും ആരോഗ്യവും പിൻവലിക്കാൻ അത് യഥാർത്ഥത്തിൽ തന്ന അള്ളാഹു തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് തടയാൻ നിനക്കാവില്ല. നിന്റെ ശാസ്ത്രത്തിനാവില്ല, നിന്റെ മരുന്നുകൾക്കാവില്ല, നിന്റെ സാങ്കേതികതക്കാവില്ല, നിന്റെ ഉപ്പാക്കാവില്ല, നിന്റെ ഉമ്മാക്കാവില്ല, നിന്നെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന നിന്റെ സഹോദരന്മാർക്കോ സഹോദരിമാർക്കോ ബന്ധുജനങ്ങൾക്കോ ആവില്ല എന്നാണ് അവരോട് പറഞ്ഞു കൊടുക്കേണ്ടത്. അള്ളാഹു അവന് നൽകിയ അനുഗ്രഹത്തെ സംബന്ധിച്ചാണ് പറയേണ്ടത്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആദ്യ ജനതയെ അത് തന്നെയാണ് ഓർമ്മപ്പെടുത്തിയത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ പ്രബോധന പ്രവർത്തനങ്ങളിൽ എപ്പോഴും ഓർമ്മപ്പെടുത്തിയതായിരുന്നു. ഒരു വേള മദീനയിൽ കപടവിശ്വാസികൾ ഒരു തീപ്പൊരിയിടാൻ ശ്രമിക്കുകയുണ്ടായി. അതവിടെ ഇസ്ലാമിന്റെ പേരിൽ, ഇസ്ലാമിന്റെ കൊടിക്കീഴിൽ അനുരജ്ഞനത്തിൽ രജ്ഞിപ്പോടുകൂടി എത്തിച്ചേർന്ന ഔസ് ഖസ്റജ് എന്ന രണ്ട് പ്രധാനപ്പെട്ട ജനവിഭാഗങ്ങളെ പരസ്പരം തെറ്റിപ്പിക്കാനുള്ള ശ്രമമായിരുന്നു. ആ ശ്രമത്തിൽ അവർ വിജയിച്ച് ഔസും ഖസ്റജും ഒരു വേള സച്ചരിതരായ സഹാബിവരന്മാർ അവർ കൊമ്പ് കോർക്കാൻ തയ്യാറാകുക തന്നെ ചെയ്തു. ആ സമയത്ത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പക്ഷേ ഒരു നിയോഗം പോലെ അവിടെ ചാടി വീണു. നബി ഓർമ്മപ്പെടുത്താൻ അള്ളാഹുവിന്റെ അന്ത്യപ്രവാചകനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാവിൻ തുമ്പിലേക്ക് അള്ളാഹു ആ സന്ദേശം എത്തിച്ചു കൊടുത്തു. വദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും ഇദ് കുൻതും അഅദാ ഫഅല്ലഫ ബൈന ഖുലൂബിക്കും. നിങ്ങൾ പരസ്പരം കടിച്ചു കീറുന്ന ആൾക്കാരായിരുന്ന കാലം ആലോചിച്ചു നോക്കുക. നിങ്ങളുടെ ഒരു ആട്ടിൻകുട്ടി നിങ്ങളുടെ ഒരു ഈത്തപ്പനയുടെ തയ്യിൽ കടിച്ചതിന്റെ പേരിൽ 40 വർഷം രക്തരൂക്ഷിതമായ വിപ്ലവം നടത്തിയിരുന്ന നിങ്ങളെ ഇസ്ലാം എന്ന പച്ചപ്പ് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പുതപ്പിച്ചിരിക്കുകയാണ്. ഇസ്ലാമിന്റെ പ്രവിശാലമായ തണൽ ചുവട്ടിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടിയിരിക്കുകയാണ്. നിങ്ങളുടെ മനസ്സുകളെ ഒരു ചരടിൽ കോർത്ത മാലമണികളെ പോലെ അല്ലാഹു ചേർത്തിരിക്കുകയാണ്. ഈ അനുഗ്രഹം നിങ്ങൾ മറക്കരുത്. ഈ കൊടിയും ഈ തണലും ഈ കുളിരും വേണ്ടെന്ന് വെക്കുകയാണ്. നിങ്ങൾ പരസ്പരം പോരടിച്ചുകൊണ്ട് ജാഹിലിയത്തിലേക്ക് തിരിച്ചടക്കാൻ പോവുകയാണ് എങ്കിൽ നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ അതിന് ശക്തമായ വില നൽകേണ്ടി വരും. എന്നതിന് ശേഷം നരകത്തിന്റെ മുമ്പിലെത്തി നിൽക്കുന്ന നിങ്ങളെ പിടിച്ചു വലിച്ചു കയറ്റിയത് ഇസ്ലാമാണ്. ആ കാര്യം നിങ്ങൾ മറക്കരുത്. ഇസ്ലാമിനെ മറന്നുകൊണ്ട് നിങ്ങൾ ഷണ്ട കൂടരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയായി. പ്രക്ഷുബ്ധമായ അവസ്ഥകളെ പോലും മാനസികമായി ഉൾക്കൊള്ളിക്കാനുള്ള കഴിവതിനുണ്ടാകും. അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിൽ ധാരാളം അങ്ങനെയില്ലേ? ഹുനൈൻ യുദ്ധത്തിന്റെയും തബൂക്ക് യുദ്ധത്തിന്റെയും സന്ദർഭം നമ്മുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും മറയില്ല. ധാരാളം ഗനീമത്ത് വന്നു. സമയം അവസാനിക്കാൻ പോകുന്നതുകൊണ്ട് ഞാൻ അത് ഇനിയും നീട്ടി പറഞ്ഞ് സമയം കളയാൻ ആഗ്രഹിക്കുന്നില്ല. ഗനീമത്തുകൾ വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഗനീമത്തുകൾ വാരി വിതറി കൊടുക്കാൻ തുടങ്ങി. ആർക്കാ കൊടുത്തെന്നറിയാമോ? അബൂ സുഫിയാൻ. എന്നായി അബൂ സുഫിയാൻ ഇസ്ലാമിലേക്ക് വന്നത്? തൊട്ട് തലേ വർഷം അതുവരെയും ഇസ്ലാമിനെതിരെയുള്ള യുദ്ധങ്ങളെ മക്കയ്ക്ക് വേണ്ടി നയിച്ച അബൂ സുഫിയാന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തായിഫിലും ഹുനൈനിലും കിട്ടിയ വലിയ വലിയ ഗനീമത്തിന്റെ വലിയ ഭണ്ഡാകാരങ്ങൾ വാരിക്കൊടുക്കുകയായിരുന്നു. അബൂ സുഫിയാൻ വന്ന് ചോദിച്ചു, നബിയെ ഇരിക്കെന്താ? അബൂ സുഫിയാൻ ഒരു 100 ഒട്ടകം കൊടുത്തേക്കൂ. 100 ഒട്ടകം? പണ്ട് അബൂബക്കർ സിദ്ദീഖിനെയും മുഹമ്മദ് നബിയെയും കയ്യിൽ കിട്ടിയാൽ മക്കക്കാർക്ക് മുഴുവൻ കൊടുക്കാൻ കഴിയുക 100 ഒട്ടകമായിരുന്നു. ഇന്ന് അബൂ സുഫിയാന്
അബൂ സുഫിയാന് മാത്രം 100 ഒട്ടകം. അബൂ സുഫിയാൻ വിട്ടുപോകുന്നില്ല. അബൂ സുഫിയാൻ ചോദിക്കുകയാണ്, എന്റെ മകനോ? നബി പറയുകയാണ്, അബൂ സുഫിയാന്റെ മകന് 100 ഒട്ടകം കൊടുക്കൂ. നബി വാരി വിതറി കൊടുക്കുകയാണ്. കിട്ടിയതൊക്കെ മക്കക്കാർക്ക്, പുതുവിശ്വാസികളായ ആൾക്കാർക്ക്. അൻസാരികളായ മദീനയിൽ നിന്ന് വന്ന ആൾക്കാർക്ക് മാനസികമായി വിഷമായി പോയി. അവരിൽ ചില ആൾക്കാർ പറഞ്ഞു, ലഖിയ വല്ലാഹി റസൂലുള്ളാഹി ഖൗമഹു, നബിക്കിപ്പോ നബിന്റെ ആൾക്കാരെ കിട്ടി എന്നവർ പറഞ്ഞുപോയി. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ക്യാമ്പിൽ തീ പാറുന്ന ഈ വാർത്ത വന്നപ്പോൾ, അൻസാരികളായ സഹാബിവരന്മാർക്ക് തെറ്റിദ്ധാരണ വന്നപ്പോൾ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ മുമ്പിലേക്ക് ചെന്നു. ആദു സമുദായത്തിന്റെ മുമ്പിലേക്ക് ഹൂദ് നബി ചെന്നതുപോലെ അവരെ ഓർമ്മപ്പെടുത്തി. നിങ്ങൾ എന്താ പറഞ്ഞത്? അബൂ സുഫിയാന് ഞാൻ, അല്ലെങ്കിൽ മക്കയിൽ നിന്ന് വന്ന എന്നോടൊപ്പം വന്ന പുതുവിശ്വാസികളായ ആൾക്കാർക്ക് ഗനീമത്ത് അധികം കൊടുത്തതിൽ നിങ്ങൾ അസ്വസ്ഥനാണല്ലേ? നിങ്ങൾ എന്താ പറഞ്ഞത്? നിങ്ങൾക്ക് അലാ തർളൗന യാ മാശറൽ അൻസാർ, അൻസാരികളെ നിങ്ങൾ സംതൃപ്തരല്ലേ? അൻ യദ്ഹബൻ നാസു ബിശ്ശാതി വൽ ബഈർ, അബൂ സുഫിയാനും ആൾക്കാരൊക്കെ ഒട്ടകങ്ങളെയും ആടുകളെയും തൊളിച്ചു പോകുന്നു, മക്കയിലേക്ക് തിരിച്ചു പോകുന്നു. വതർജഊന ബിറസൂലില്ലാഹ്, നിങ്ങൾ മാനുഷ്യകത്തിന്റെ മഹാചാര്യനായ പ്രവാചക സുൽത്താനുമായി മദീനയിലേക്ക് തിരിച്ചു പോകുന്നു. ഏതാ നിങ്ങൾക്ക് വേണ്ടത്? ആടാണോ വേണ്ടത്? മാടാണോ വേണ്ടത്? ഒട്ടകമാണോ വേണ്ടത്? അതോ റസൂലുള്ളയാണോ വേണ്ടത്? അവർക്ക് എത്ര കിട്ടിയാലും അവർക്കല്ല അധികം കിട്ടുന്നത്. അവർക്ക് എത്ര കിട്ടിയാലും അതിനെ കവച്ചു വെക്കാൻ മാത്രമുള്ളത് കിട്ടുന്നത് നിങ്ങൾക്കാണ് എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തി. ലൗലൽ ഹിജ്റ എന്ന ഒന്ന് അല്ലാഹു എനിക്ക് വിധിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ലകുൻതും മിനൽ അൻസാർ, ഞാൻ നിങ്ങളിൽപ്പെട്ട ഒരു നേറ്റീവ് ആകുമായിരുന്നു, ഒരു തദ്ദേശീയനാകുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അൻസാരികളുടെ മുഖകമലം പ്രകാശിക്കാൻ തുടങ്ങി. അവരെല്ലാവരും വിളിച്ചു പറഞ്ഞു, ഞങ്ങൾക്ക് ആടു വേണ്ട, ഞങ്ങൾക്ക് ഒട്ടകം വേണ്ട, ഞങ്ങൾക്ക് മാടുകൾ വേണ്ട, ഞങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മതി, കാരുണ്യത്തിന്റെ കേദാരം മതി. ആ പ്രവാചകൻ ഞങ്ങളുടെ കൂടെ താമസിക്കുമ്പോൾ, ഞങ്ങളുടെ മണ്ണിൽ അന്തിയുറങ്ങുമ്പോൾ, അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ഐശ്വര്യമെന്ന് അവർ ഉച്ചത്തിൽ പറഞ്ഞു. ഹൂദ് നബി അലൈഹി ഇസ്ലാം ഓർമ്മപ്പെടുത്തി, നിങ്ങൾ എന്താ പറയുന്നത്? ഞാൻ നിങ്ങളെ ഉപദേശിക്കാൻ വരുമ്പോ എനിക്ക് ഭ്രാന്താണെന്ന് പറയുകയോ, ഞാൻ കള്ളം പറയുകയാണെന്ന് പറയുകയോ? പക്ഷേ നിങ്ങളൊന്ന് ആലോചിക്കണം. വദ്കുറൂ ഇദ് ജഅലകും ഖുലഫാ മിൻ ബഅദി നൂഹ് നബിയുടെ ശേഷം ലോകത്തെ ഏറ്റവും വലിയ അധീശാധികാരികളാക്കി അള്ളാഹു നിങ്ങളെ മാറ്റിയ അനുഗ്രഹം അത് മറക്കണ്ട. വസാദകും ഫിൽ ഖൽഖി ബസ്തൻ, വലിയ മനോഹരമായ വളരെയേറെ വികാസം പ്രാപിച്ച ശാരീരിക പ്രകൃതി നിങ്ങൾക്ക് തന്ന കാര്യം അത് മറക്കണ്ട. ഫദ്കുറൂ അലാ അല്ലാഹ്, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾ ഓർക്കുക. ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾക്ക് വിജയിക്കണമെന്നുണ്ടെങ്കിൽ. അവർ ചോദിച്ചു, വല്ലാതെ ഗൗരവത്തിൽ പറഞ്ഞപ്പോൾ ചോദിച്ചു, ഞങ്ങളെ വാപ്പമാർ ആരാധിച്ചിരുന്ന ഒരുപാട് ദൈവങ്ങൾ, പൂജാമുറി നിറഞ്ഞു നിൽക്കുന്ന ദൈവങ്ങൾ, ആ ദൈവങ്ങളെ ഒക്കെ ഒഴിവാക്കാനാണോ നീ പറയുന്നത്? എന്നിട്ട് നീ പറയുന്ന ഒരു ദൈവത്തെ സ്വീകരിക്കുകയോ? ഒരു ദൈവം മതിയാകുമോ? അവർ ചോദിക്കുകയായിരുന്നു. സത്യത്തിൽ നിന്ന് അത്രമേൽ അകന്നുപോയ ഒരു ജനതയായിരുന്നു അവർ. മഹാനായ ഹൂദ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, ഇതാ ഖദ് വഖഅ അലൈക്കും മിർ റബ്ബിക്കും റിജ്സും വഗളബ്, അല്ലാഹുവിൽ നിന്നുള്ള ശാപവും കോപവും നിങ്ങൾക്ക് വരാനിരിക്കുകയാണ്. അതുജാദിലൂനി ഫി അസ്മാഇൻ സമ്മൈതുമുഹാ അൻതും വആബാഉക്കും, നിങ്ങളുടെ പിതാക്കന്മാർ നിങ്ങളുണ്ടാക്കിയ പേര്, ആ പേരിലുള്ള വിഗ്രഹങ്ങൾ, ദൈവങ്ങൾ, മൂർത്തികൾ, ദേവികൾ, ദേവന്മാർ, അവരെ പറഞ്ഞുകൊണ്ടാണോ നിങ്ങൾ എന്നോട് തർക്കിക്കാൻ വരുന്നത്? ഹൂദ് നബി അലൈഹി ഇസ്ലാം അവരോട് പറഞ്ഞു, അള്ളാഹു അത്തരത്തിൽ ഒരു ദൈവത്തെയും ലോകത്ത് സൃഷ്ടിച്ചിട്ടില്ല. അതുകൊണ്ട് നിങ്ങളോട് ഞാൻ പറഞ്ഞതൊന്നും മനസ്സിലാകുന്നില്ലെങ്കിൽ കാത്തിരിക്കൂ, നമുക്ക് കാണാം. ഹൂദ് നബി അലൈഹിസ്സലാം തന്റെ പ്രബോധനത്തിന്റെ അടുത്ത ഘട്ടമായ താക്കീത് നൽകി. അങ്ങനെ ആ താക്കീത് അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്ന് താക്കീതായിരുന്നു. അഹ്ഖാഫിൽ എല്ലാവിധ സുഭിക്ഷതയുടെയും മടിത്തട്ടിൽ സുഖലോലുപന്മാരായി ജീവിച്ചിരുന്ന ആദ് ജനതയിലേക്ക് അള്ളാഹുവിന്റെ ശക്തമായ ശിക്ഷ കടന്നു വന്നു. അതൊരു വരൾച്ചയായിരുന്നു. അവരുടെ മഴ നിലച്ചുപോയി, ജലാശയങ്ങൾ വറ്റാൻ തുടങ്ങി, വരളാൻ തുടങ്ങി. വർഷം 1 കഴിഞ്ഞു, 2 കഴിഞ്ഞു, 3 വർഷം ശക്തമായ വരൾച്ച കൊടുമ്പിരിക്കൊള്ളുമ്പോൾ, അണ്ണാക്കും നാവും വരളുമ്പോൾ അവരുടെ മുമ്പിലേക്ക് ദൈവദൂതനായ ഹൂദ് നബി അലൈഹി ഇസ്ലാം കടന്നു ചെന്നു. ഇത് സാധാരണ വരൾച്ചയല്ല, ഇത് അല്ലാഹുവിന്റെ ശിക്ഷയാണ്. ഇപ്പൊ വേണമെങ്കിൽ മടങ്ങി ഈ ശിക്ഷയിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാം. ഹൂദ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞു നോക്കി,
പക്ഷെ ആ ജനത എന്തു പറഞ്ഞു എന്നറിയോ? ഇതൊക്കെ സാധാരണയാണ്. മഴ ഉണ്ടാകുന്ന കാലം, മഴയില്ലാത്ത കാലം, ക്ഷാമത്തിന്റെ കാലം, ക്ഷേമത്തിന്റെ കാലം, അതൊക്കെ ദുനിയാവിന്റെ മുഖങ്ങൾ തന്നെയാണെന്ന് അവർ പറഞ്ഞു. പക്ഷേ 3 കൊല്ലമായി കാറ്റടിക്കാതെ വന്നപ്പോൾ, അവരുടെ നാട്ടിൽ ഒരു ഇല അനങ്ങാതെ വന്നപ്പോൾ അവരാശങ്കപ്പെട്ടു. രഹസ്യമായി അവർ യോഗം ചേർന്നു. ഇനിയിപ്പോ എന്താ മാർഗം? അവർ പറഞ്ഞു, സത്യത്തിൽ ഹൂദ് പറയുന്നതിൽ എന്തോ കാര്യം ഉണ്ടാവാം. പക്ഷേ നമ്മളിപ്പോ ഇതുവരെയും ഇങ്ങനെ പറഞ്ഞ നിലയ്ക്ക് എങ്ങനെയാ അപ്പൊ ഹൂദിന്റെ അടുത്തേക്ക് ഇനി പോവുക? കഴിയില്ല. അതുകൊണ്ട് നമ്മുടെ വാപ്പമാരൊക്കെ ചെയ്തിരുന്നത്, വരൾച്ചയോ വല്ല പ്രയാസമോ മഹാമാരിയോ എന്തേലും ഉണ്ടായാൽ മക്കയിലേക്ക് പോവുകയും അവിടെ വെച്ച് കഅബാലയത്തിന്റെ അടുക്കൽ വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് ചെയ്യാറുണ്ടായിരുന്നത്. അതുകൊണ്ട് നമുക്ക് മക്കയിലേക്ക് പോകാമെന്നവർ തീരുമാനിച്ചു. അങ്ങനെ 70 അംഗങ്ങളടങ്ങുന്ന ഒരു സംഘം മക്കയിലേക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി പുറപ്പെട്ടു. കൊടുമയാർന്ന ദാരിദ്ര്യത്തിലും വരൾച്ചയിലും നിൽക്കുന്ന ആദ്യ ജനതയെ സംരക്ഷിക്കാനുള്ള അവസാനത്തെ തുരുമ്പ് തേടിക്കൊണ്ടവർ മക്കയിലെത്തിയിരിക്കുകയാണ്. അവിടെ അവർക്കൊരു ബന്ധു ഉണ്ടായിരുന്നു, മുആവിയ ബിൻ ബക്കർ. ആ മുആവിയ ബിൻ ബക്കർ എന്ന കഫീലിന്റെ കീഴിൽ മാത്രമേ മക്കയിൽ അവർക്ക് ഇറങ്ങാൻ പാടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അവരവിടെ എത്തി. മുആവിയ ബിൻ ബക്കർ അതിൽ സൽക്കാരപ്രിയനായിരുന്നു. അദ്ദേഹം അവരെ നന്നായി സൽക്കരിച്ചു. അവർക്ക് കിട്ടിയത് നല്ല സൽക്കാരമായിരുന്നു. അവരുടെ നാട്ടിൽ നല്ല ഭക്ഷണങ്ങളൊന്നുമില്ല. കാരണം അത്രമാത്രം വരൾച്ചയാണ്, വെള്ളമില്ല. ഒരുപാട് കാലമായി നല്ലൊരു ഭക്ഷണം കഴിച്ചിട്ട്, നല്ലൊരു ബിരിയാണി അടിച്ചിട്ട് കുറെ കാലമായി. അതുകൊണ്ട് അവർക്ക് നല്ല ഭക്ഷണം കിട്ടിയപ്പോൾ അവർ നാട്ടിലുള്ള കാര്യങ്ങളൊക്കെ മറന്നുപോയി. അവരവിടെ കൂടി, മുആവിയ ബിൻ ബക്കറിന്റെ വീട്ടിൽ കൂടി. അടുത്ത നേരവും സുഭിക്ഷമായ ഭക്ഷണം, പിന്നെയും സുഭിക്ഷമായ ഭക്ഷണം. പിന്നെ അവരുടെ ലിസർ ടൈമുകൾ ഉപയോഗപ്പെടുത്താൻ വേണ്ടി അവർക്ക് മനോഹരമായ പാട്ടുകാരികളായ പെണ്ണുങ്ങൾ, അർദ്ധനഗ്നകളായി അവർ വന്ന് ഡാൻസ് ചെയ്യുന്നു. വളരെ രസകരമായ കൗതുകകരമായ സംഭവങ്ങൾ. അവരതിൽ ലയിച്ചുപോയി, അവർ മറന്നുപോയി. അറബിയിൽ ഉദാഹരണം പറയാറുണ്ട്, ഒരു കാര്യത്തിന് പോയിട്ട് അവിടെ എന്തേലും കണ്ട് അയിമ കൂടി പോയ കാര്യം മറക്കുന്ന ആൾക്കാരെ പറ്റി പറയാറുണ്ട്, നിങ്ങള് ആദ്യ സമുദായത്തിലെ സംഘത്തെ പോലെ ആവരുത്, സാർത്ഥവാഹക സംഭവത്തെ പോലെ ആകരുത് എന്ന് പറയാറുണ്ട്. ഈ ജനങ്ങൾ അങ്ങനെയാണ്. 1 മാസക്കാലം അവരവിടെ സുഭിക്ഷമായി തിന്നും കുടിച്ചും കൂടി. എന്നാൽ വീട്ടുകാരന് സത്യത്തിൽ ഇത് വിഷമമുണ്ട്, അത് പറയാൻ പറ്റില്ല. അത് അറബിയുടെ സംസ്കാരത്തിനൊരു ശരിയല്ല. പക്ഷെ എങ്ങനെ പറയാതിരിക്കുക? ഇവരുടെ ആൾക്കാരെല്ലാം നാട്ടില് വല്ലാത്തൊരവസ്ഥയിലല്ലേ. ഇവരിവിടെ വന്ന് സുഖിച്ചു നിന്നാൽ എങ്ങനെയാ? ഇവര് വേഗം പോയി ദുആ ചെയ്യണ്ടേ, എന്നാലല്ലേ അവിടെ മഴ പെയ്യൂ എന്നവർ പറയുകയാണ്. അങ്ങനെ പറയുമ്പോ അവസാനം ഇയാൾക്ക് പറയാൻ വയ്യ. അപ്പോ പാട്ടുപാടി ഡാൻസ് ചെയ്യുന്ന പെണ്ണിനെ ശട്ടം കെട്ടി അവളോട് പറഞ്ഞു, നീ ഇന്നത്തെ പാട്ടിൽ ഞാനൊരു വരി എഴുതി തരാം, ആ വരി കൂടി നീ വെക്കണം. ആ വരിയിൽ എന്താണ്ടായിരുന്നറിയോ? ആ വരിയിലൂടെ മുആവിയ ബിൻ ബക്കർ അവരെ തങ്ങളുടെ ശരിയായ ദൗത്യം ഓർമ്മപ്പെടുത്തി. അലായ ഖൈനു വൈഹഖകും ഫഹൈനലി ലഅല്ലല്ലാഹ യുസ്ഹിബുനാ ഗമാമ ഫയസ്ഖി അർള ആദിൻ നിന്ന ആദ ഖദം സൂലാ യബീനൂനൽ കലാമ മിനൽ അത്ശി الشديد فليس نرجو به الشيخ الكبير ولا الغلام وقد كانت نساؤهم بخير فقد أمست نساؤهم أياما وأن الوحش يأتيهم جهارا ولا يخشى لقومكم سهاما وأنتم هاهنا فيما اشتهيتم نهاركم وليلكم تماما. വരികൾ മൂർച്ഛിച്ചു വരികയാണ്, വരികൾ മൂർച്ച കൂടി വരികയാണ്. ഈ വരിയിൽ പറയുകയാണ്, നിങ്ങളുടെ നാട്ടിലെ പെണ്ണുങ്ങൾ അവരെല്ലാം വിധവകളായി തീർന്നു കഴിഞ്ഞു, ആണുങ്ങൾ മരിച്ചുപോയി, കുട്ടികളൊക്കെ മരിച്ചു തീർന്നുപോയി. നിങ്ങളിവിടെ നിങ്ങൾക്ക് വേണ്ട പാട്ടും കൂത്തും സുഭിക്ഷമായ ഭക്ഷണവും ഫഖബ്ബഹ വഫ്ദകും മിൻ വഫ്ദി ഖൗമിൻ വലാ ലഖുത് തഹിയ്യത വസ്സലാമ. അത് കേട്ടപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് നമ്മളെയാണ് പറയുന്നത് എന്ന് മനസ്സിലായി. അവർ വേഗം കഅബാലയത്തിൽ പോയി പ്രാർത്ഥിച്ചു എന്നും അങ്ങനെ അവർ നാട്ടിലേക്ക് തിരിച്ചു വന്നു. എന്തായാലും നാട്ടിലേക്ക് തിരിച്ചു വന്നപ്പോഴേക്ക് അവരുടെ പ്രാർത്ഥന കൊണ്ടാണോ അള്ളാഹുവിന്റെ നിയോഗമാണോ രണ്ടും വ്യാഖ്യാനിക്കാവുന്ന ക്രമത്തിൽ കറുത്ത മേഘത്തിന്റെ കീറുകൾ അവിടെയും ഇവിടെയും പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. ആദ്യ ജനത വാതിലുകൾ വലിച്ചു തുറന്ന് അവരുടെ പുറം ലോകത്തിലേക്ക് ഓടി വന്ന് തുള്ളിച്ചാടാൻ തുടങ്ങി. അവരുടെ ഇടയിലേക്ക് മന്ദമായ ഒരു മാരുതൻ കടന്നു വന്നു. മെല്ലെ 3 കൊല്ലമായി ആ നാട്ടിൽ കാറ്റുണ്ടായിട്ട് ഒരു ഇല ഇളകിയിട്ട് അവരെല്ലാവരും തുള്ളിച്ചാടാൻ തുടങ്ങി. തുള്ളിച്ചാടുമ്പോൾ ഹൂദ് നബി അലൈഹി സ്വലാം തന്റെ ദൗത്യവുമായി അവരുടെ മുമ്പിലേക്ക് ചെന്നു. തുള്ളിച്ചാടരുത്, ഇതുവരെ ഉണ്ടായിരുന്ന വരൾച്ച നിങ്ങളെ അള്ളാഹു നശിപ്പിക്കാൻ വേണ്ടി ചെയ്തിരിക്കുന്ന ശിക്ഷയാണെന്ന് പറഞ്ഞതുപോലെ ഈ അടിച്ചു വീശുന്ന മന്ദമാരുതൻ ഇതൊരു ശിക്ഷയാണ്. അവർ പറഞ്ഞു, ആരുതൻ മുംതിറുന, മഴ പെയ്യാനുള്ള കാറ്റാണിത്. ഈ ചെറിയ മന്ദമാരുതൻ അങ്ങിങ്ങായി ചിതറിക്കിടക്കുന്ന മേഘക്കീറുകളെ ഒരുമിച്ച് കൂട്ടും.
എന്നിട്ട് ഇപ്പൊ മഴ പെയ്യാൻ പോവുകയാണ്, നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കാൻ പോവുകയാണ് അവർ പറഞ്ഞു. പക്ഷേ കദ്ദബത് ആദും ഫകൈഫ കാന അദാബി വനുദുർ. സൂറത്തുൽ ഖമറിൽ അല്ലാഹു മനോഹരമായി ചിത്രീകരിക്കുന്നു.